ഇന്ന് ഞങ്ങൾ ബറാത്തുരാവിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ പാലിയപ്പഴത്തിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് പണ്ട് കാലം തൊട്ടിട്ട് തന്നെ ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റി പായസമാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിയും വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു പായസത്തിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ പാലിയപ്പഴം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 4 പഴുത്തിട്ടുള്ള പഴമാണ് കേട്ടോ വേണ്ടത്. നന്നായി പഴുത്ത പഴം വേണം എടുക്കാൻ. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 3 കപ്പ് അളവിൽ തേങ്ങയുടെ 2/2 പാലും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇതിലേക്ക് 2 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുത്ത ശേഷം നമുക്ക് ഒരു ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക. ആ ഒരു ടൈമിൽ നമുക്ക് വേറൊരു പാനിൽ ഇതിലേക്കുള്ള പൊടി ഒന്ന് വാട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1.5 ഗ്ലാസ് വെള്ളം കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഇനി 1 കപ്പ് അളവിൽ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് അളവിൽ വെള്ളം കേട്ടോ എടുത്തിട്ടുള്ളത്. ചിലപ്പോൾ പൊടിക്കനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂടുതൽ എടുക്കേണ്ടി വരും. ഇനി ഇത് നന്നായി ഒന്ന് വാട്ടിയെടുത്ത ശേഷം നമുക്കിത് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഈ പൊടി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിത് ബോൾസ് ആക്കിയിട്ട് എടുക്കണം. അപ്പോഴേക്കും നമ്മളെ പഴം ഇവിടെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം. ഈ പഴം ഇനി ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് നെയ്യ് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് വീണ്ടും മിക്സ് ചെയ്തെടുത്ത ശേഷം ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് അടച്ച് വെക്കാം കേട്ടോ. ഇനി ഇതിലേക്കുള്ള ബാക്കിയുള്ള എല്ലാതും റെഡിയാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് 2 ക്യൂബ് ശർക്കരയുണ്ട് ഞാൻ എടുത്തിട്ടുള്ളത്. 2 ക്യൂബ് ശർക്കര ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മെൽറ്റാക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്ത ആ ഒരു മാവ് ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഗീയൊക്കെ ആക്കി കൊടുത്ത ശേഷം നമുക്ക് ആ ഒരു ബോൾസ് ഇതുപോലെ ഒന്ന് ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ മുഴുവൻ ബോൾസും നമുക്ക് ഇതേപോലെ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഒരു പായസത്തിന് നമുക്ക് ഈ ഒരു ബോൾസ് ഇതുപോലെ ആക്കിയെടുക്കാനാണ് കേട്ടോ കുറച്ച് ടൈം എടുക്കണം. ഇതിപ്പോൾ മുഴുവനും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് സ്റ്റീം ചെയ്തിട്ടെടുക്കണം. അതിനായിട്ട് നമുക്കിത് സ്റ്റീമറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ഇതൊന്ന് സ്റ്റീം ചെയ്തിട്ടെടുക്കാം. 10 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ ഇത് നന്നായിട്ട് സ്റ്റീമായി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നന്നായി വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിത് തുറന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പച്ചവെള്ളം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. ഇനി നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള പഴത്തിലേക്ക് മെൽറ്റാക്കി എടുത്തിട്ടുള്ള ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കി എടുത്ത ശേഷം നമുക്കിതിലേക്ക് തേങ്ങയുടെ 1/4 പാല് ചേർത്ത് കൊടുക്കാം. 2 കപ്പാണ് കേട്ടോ അതിന് 1/4 പാല് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഏലക്കായ പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ള ഒരു ഇതും കൂടി ഇട്ട് കൊടുക്കാം. സ്റ്റീം ചെയ്തെടുത്തിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് കൊട്ടി കൊടുക്കണം കേട്ടോ. ഞാനതുപോലെ വേറൊരു പാത്രത്തിലേക്ക് ഇത് കൊട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനും അതുപോലെ ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറാനും വേണ്ടിയിട്ടുണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൽ കിടന്നിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ആ ഒരു മധുരമൊക്കെ ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഒരു 5-10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് തിക്കായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് വീണ്ടും ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇത് വീണ്ടും ഒന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിവിടെ കറക്റ്റായിട്ട് തന്നെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂസും കിസ്മിസും ഒന്ന് കുറച്ച് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മളെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലിയപ്പഴം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല വെറൈറ്റി ആയിട്ടും അതുപോലെ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു പായസമാണ് കേട്ടത്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്